സ്കൂട്ടർ തട്ടിപ്പ്. പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്നേറ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ വൻ തട്ടിപ്പ്. BJP നേതാവ്, കോൺഗ്രസ് നേതാക്കൾ, പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹൈബി ഈഡൻ, അങ്ങനെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടവരെല്ലാം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതുവരെയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആരും ഇതിൽ പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരം നേരിട്ട് ഇതിൽ ഇടപെട്ടിരിക്കുന്നു എന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് P. സരീനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നജീബ് കാന്തപുരത്തിന്റെ ഈ തട്ടിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. സ്കൂട്ടർ തട്ടിപ്പിൽ നേരിട്ട് ബന്ധമുണ്ട് നജീബ് കാന്തപുരത്തിന് എന്ന് തെളിവുകൾ സഹിതം പറഞ്ഞിരിക്കുന്നത്. ചെറിയ തട്ടിപ്പല്ല കേരളത്തിൽ നടന്നത്, 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകദേശം 2000-ലധികം സീഡ് സൊസൈറ്റികൾ ഉണ്ടാക്കി ആ സൊസൈറ്റികളിൽ മെമ്പർമാരായി ചേർത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെ അവരിൽ നിന്ന് സ്കൂട്ടറിന് 60,000 രൂപ, ലാപ്ടോപ്പിന് 30,000 രൂപ, മറ്റ് വീട്ടുപകരണങ്ങൾക്ക് വിവിധ തലത്തിൽ പണം വാങ്ങി കോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന വിവരമാണ് പുറത്തു വന്നത്. എൻ രാധാകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ NGOയും അനന്തകൃഷ്ണൻ എന്ന ഈ തട്ടിപ്പുകാരന്റെ NGOയും ഒന്നിച്ചു ചേർന്നാണ് പ്രവർത്തിച്ചത് എന്ന വിവരവും ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ BJP നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ്. കോൺഗ്രസ് നേതാക്കൾക്കും അറിവുണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ നജീബ് കാന്തപുരം, മുസ്ലിം ലീഗ് നേതാവ്, MLA, അദ്ദേഹം നേരിട്ട് ഈ ഇടപാടിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് ഡോക്ടർ P. സരീൻ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിന് വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ദ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ, അഥവാ 38 വോട്ടിന് പെരിന്തൽമണ്ണക്കാരെ മറിച്ചു വിൽക്കുന്ന MLA എന്ന് പറഞ്ഞുകൊണ്ടാണ് P. സരീന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയായിരിക്കുന്ന 1000 കോടി രൂപയുടെ തട്ടിപ്പിന് കൂട്ടുനിന്നത് BJP കോൺഗ്രസ് ബന്ധമുള്ളവർ ആണെങ്കിൽ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ഒരാൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ MLA മുസ്ലിം ലീഗിന്റെ ശ്രീ നജീബ് കാന്തപുരം ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നജീബിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു വഴി മാത്രമല്ലായിരുന്നു. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകുന്നതിന് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയ അനന്തകൃഷ്ണന് MLA തന്റെ ഫൗണ്ടേഷനിലൂടെ കണ്ടെത്തി നൽകിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഒരേ സമയം ആളുകളിൽ നിന്ന് പണം തട്ടിക്കാൻ കൂട്ടുനിന്നതിനും അതിനോടൊപ്പം തന്നെ മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഭീമമായ ഫണ്ടുകൾ സ്വീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ജനപ്രതിനിധിയായ ഒരാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നതിനും ഉള്ള തെളിവുകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. MLAക്ക് തട്ടിപ്പിൽ നിന്ന് കൈകഴുകാൻ പറ്റാത്ത വിധം വരും ദിവസങ്ങളിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരിക തന്നെ ചെയ്യും. പറഞ്ഞു പറ്റിച്ച ആളുകൾക്ക് MLA തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കുന്ന വെട്ടിപ്പ് പണത്തിൽ നിന്നോ ഇനി മുസ്ലിം ലീഗിന്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് തന്നെയോ തുക മടക്കി നൽകും എന്ന അവകാശവാദം ഉന്നയിച്ച് രക്ഷപ്പെടാം എന്ന് കരുതേണ്ട. തട്ടിപ്പ് പരിപാടിക്ക് പോയി ഉദ്ഘാടകനായതോ പോസ്റ്ററിൽ ഫോട്ടോ വന്നതോ അല്ല MLA ചെയ്ത ഗുരുതരമായ കുറ്റം. MLAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് ആളെ ചേർക്കുന്ന വിധം ഗുണഭോക്താക്കളെ നേരിട്ട് തെരഞ്ഞെടുത്ത് അവരിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് തെളിവുകൾ പുറത്തു വരും. കോടികളാണ് ഇങ്ങനെ പിരിച്ചെടുത്തത്. MLA പദവി ദുരുപയോഗം ചെയ്തതിൻ്റെ അടക്കം നിയമപരമായ എല്ലാ വശങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കണം. മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ മറ്റ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ലീഗിന്റെ അഭിവന്ദ്യനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടക്കം പേര് ദുരുപയോഗം ചെയ്തു തന്നെ ഈ തട്ടിപ്പിന് ആളെ കൂട്ടണമായിരുന്നോ? മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട തന്റെ നാട്ടുകാരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണമായിരുന്നോ എന്നാണ് P. സരീൻ ചോദിക്കുന്നത്. അദ്ദേഹം ഇത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഇക്കാര്യം ഒരു ആരോപണമായി ഉന്നയിക്കുക മാത്രമല്ല, പരസ്യമായി മാധ്യമങ്ങളോട് ഈ ആരോപണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതും കൂടി നമുക്ക് കേൾക്കാം. നമുക്ക് 2 കാര്യങ്ങളാണ്, ആവർത്തിച്ചു പറയുന്നു, 2 കാര്യങ്ങളാണ് നമുക്ക് MLAയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഉത്തരം വേണ്ടത്. ഒന്ന്, ആരാണ് ഈ മുദ്ര, എന്താണ് ഈ മുദ്ര? മുദ്രയുടെ പേരിൽ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിലേറെയായി ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന പേരിട്ട് നടത്തിയ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങാൻ പോവുകയാണ്. ഇതിന് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ? വർഷാവർഷങ്ങളിൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സംഘടനയാണ്. നമ്മൾ മനസ്സിലാക്കിയത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ
ഒരു 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 സങ്കേതമായിട്ട് മുദ്രയെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു MLA ഉദ്ദേശം എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ MLA മറുപടി പറയുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ പുറത്തു വിടാം. അപ്പോൾ ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന എന്നുള്ള ഒരു മോഡസ് ഓപ്പറാൻഡിക്കും അപ്പുറം ആളുകളെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതിന് ഒരു മടിയുമില്ലാത്ത വിധം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു MLA തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്നത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്നുള്ളതിൻ്റെ സാഹചര്യത്തിൽ ഗുരുതരമായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, ഇതെല്ലാം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് അനന്തകൃഷ്ണൻ നേതൃത്വം കൊടുത്ത സ്കൂട്ടർ തട്ടിപ്പ്. ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത്? അത് വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും ജനപ്രതിനിധികൾക്ക് നേരിട്ട് ബന്ധം തന്നെ ഈ തട്ടിപ്പുമായി ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ കേസിൽ 7ാം പ്രതിയായിരിക്കുന്നത് KPCC അംഗം അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ആണ്. അതേപോലെ തൃശൂരിൽ കോൺഗ്രസിന്റെ കൗൺസിലർ കൂടി ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് എന്ന വിവരം ഇതാ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒന്നിച്ചിരുന്ന് അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പമാണ് നജീബ് കാന്തപുരം നേരിട്ട് ഈ തട്ടിപ്പിൽ ഇടപെട്ടിട്ടുണ്ട്, നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വിവരവും കൂടി പുറത്തു വരുന്നത്. അതും ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരൊക്കെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വെക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ്. ലീഗ് അണികളെ, ലീഗ് പ്രവർത്തകരെ ഈ തട്ടിപ്പുമായി കൂട്ടിയോജിപ്പിക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേര് വരെ ഉപയോഗിച്ചു നജീബ് കാന്തപുരം എന്ന ഗുരുതരമായ ആരോപണമാണ്. അത് തെളിവുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് നജീബ് കാന്തപുരത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. നജീബ് കാന്തപുരത്തിന്റെ മുദ്ര ഫൗണ്ടേഷനും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് പി സരിൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു കേസ് കേരളത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ EDയും ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ BJP നേതാക്കൾ കൂടി ഉൾപ്പെട്ട കേസായതുകൊണ്ട് EDയുടെ അന്വേഷണം നടക്കും എന്ന പ്രതീക്ഷ വേണ്ട. കുഴൽപ്പണ കേസ് എങ്ങനെയാണോ ED മൂടിവെച്ചത് അതേപോലെ തന്നെ ഈ കേസും മൂടിവെക്കും. പക്ഷേ ക്രൈംബ്രാഞ്ച് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. ഇതിൽ ആരൊക്കെ പ്രതികളാകും എന്നതാണ് ഇനി അറിയാനുള്ളത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അനന്തകൃഷ്ണനുമായി യാതൊരു ബന്ധവും എനിക്കില്ല എന്നാണ്. പക്ഷേ ലഭിച്ച തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അനന്തകൃഷ്ണന്റെ NGOയും AN രാധാകൃഷ്ണന്റെ NGOയും സംയുക്തമായാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയത് എന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നടന്നത് ഒരു വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലത്തോടു കൂടിയ ഒരു തട്ടിപ്പാണ്. എങ്കിൽ മാത്രമേ വിശ്വാസ്യതയോടുകൂടി ആളുകൾ പണം മുടക്കുകയുള്ളൂ. അത് ആ വിശ്വാസ്യത, രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസ്യത പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടന്ന ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. ആദ്യം വന്നത് 300 കോടി രൂപയുടെ തട്ടിപ്പ് എന്നാണ്. അതിനുശേഷം അത് 500 കോടിയായി. ഇപ്പോൾ പറയുന്നത് 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് എന്ന്. ഇനിയും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഈ തുക ഇനിയും കൂടാനാണ് സാധ്യത എന്നാണ് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത്.